സൂപ്പർ 8-ലെ ആദ്യ മാച്ചിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ന് അഫ്ഗാനിസ്ഥാനെതിരെയാണ് ഇന്ത്യ കളി ജയിച്ചിരിക്കുന്നത്. മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അഫ്ഗാനെ ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ അഫ്ഗാൻ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടോസ് ലഭിച്ച ഇന്ത്യ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇന്നും രോഹിത് ശർമ്മയും കോഹ്ലിയുമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. സഞ്ജു സാംസണിനെ ഇന്നും കളിപ്പിച്ചില്ല. വിചാരിച്ചതുപോലെ തന്നെ ഓപ്പണിംഗ് ഇന്നും ഫ്ലോപ്പായി. രോഹിത് ശർമ്മ 8 റൺസിൽ പുറത്തായി. പിന്നീട് വിരാട് കോഹ്ലി 24 ബോളിൽ നിന്ന് 24 റൺസ് എടുത്തു. T20യിൽ ഏകദിനം പോലെയാണ് കോഹ്ലി ഇന്ന് കളിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഓപ്പണിംഗ് ഫ്ലോപ്പായിരുന്നു. പിന്നീട് ഋഷഭ് പന്ത് വന്നു. പന്ത് വന്നതും പോയതും വേഗത്തിലായിരുന്നു. ഇന്ന് ആകെ കൂടി കളിച്ചത് സൂര്യകുമാറാണ്. സൂര്യ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇന്ന് കൂറ്റൻ ടാർഗറ്റ് ലഭിച്ചത്. 28 ബോളിൽ 53 റൺസാണ് സൂര്യ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ശിവൻ ദൂബെ വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 10 റൺസ് മാത്രമാണ് ദൂബെ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ദൂബയ്ക്ക് പകരം സഞ്ജുവിനെ ഇറക്കിയെങ്കിൽ കുറച്ചെങ്കിലും സഞ്ജു കളിച്ചേനെ. ദൂബെ എല്ലാ മാച്ചിലും പരാജയമാണ്. എന്നിട്ടും താരത്തിന് അവസരം കൊടുക്കുന്നു. കഴിഞ്ഞ കളി ഡെക്കിലാണ് ജഡേജ പുറത്തായത്. ഇന്ന് ജഡേജ 7 റൺസ് എടുത്തു. ജഡേജയെ എന്തിനാണ് കളിപ്പിക്കുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. അങ്ങനെ ഇന്ന് ഇന്ത്യ 20 ഓവറിൽ 151 എന്ന ടാർഗറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ബാറ്റിങ്ങിന് അഫ്ഗാൻ ഇറങ്ങി. അഫ്ഗാനെ തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അഫ്ഗാന് സാധിച്ചില്ല. 71 റൺസ് ആകുമ്പോഴേക്കും 5 വിക്കറ്റ് അവരുടെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ബൗളേഴ്സ് മികച്ച ബൗളിംഗാണെന്ന് കാഴ്ചവെച്ചത്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ എറിഞ്ഞിട്ടു. അങ്ങനെ ഇപ്പോൾ ഇന്ത്യ സൂപ്പർ 8-ലെ ആദ്യ കളി ജയിച്ചിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിൽ അഫ്ഗാൻ മികച്ച കളിയാണ് കാഴ്ചവെക്കാറ്. പക്ഷേ ഇന്ത്യക്ക് മുന്നിൽ അവർക്ക് കളിക്കാൻ സാധിച്ചില്ല. ഇന്ത്യൻ ബൗളേഴ്സ് അഫ്ഗാനെ എറിഞ്ഞിട്ടു. പക്ഷേ ഇന്ന് സഞ്ജുവിന് അവസരം കൊടുക്കാത്തതിൽ മലയാളി ആരാധകർ നിരാശയിലാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.